Hi dear children, we have seen about the different terms related to sexuality in plants. Now we are looking forward about a unisexual animal. And what is meant by a unisexual animal? So we have seen in plants there is unisexual flower and bisexual flower. And what is a unisexual flower? It's having either male or female sex organ. So what will be a unisexual animal? The animals either male or female. So we know that mostly all the animals are unisexual. And do you know, is there any animal which is bisexual? That means both male and female sex organ in the same animal. Have you seen any? So human being is a unisexual animal, cockroach is a unisexual animal, and the bisexual animal. So you can now see in the pictures there are many bisexual animals. These are otherwise known as hermaphrodites. Hermaphrodites are those animals which is having both male and female sex organs. And do you know there are 65,000 species of hermaphrodites. എന്ന് പറഞ്ഞാൽ 65,000 സ്പീഷീസ് ഇതുപോലെ ബൈസെക്ഷൽ ഉണ്ട്. മെയിലും ഫീമെയിലും ഒരു ആനിമലിൽ കാണുന്ന ബൈസെക്ഷൽ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ പല ടൈപ്പ് ഫിഷസ് വരുന്നുണ്ട്, സ്ലഗ്സ്, സ്നെയിൽസ്, ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ വരുന്നുണ്ട്. ഇവരുടെ ബോഡിയിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണാം. മെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ഗാമീറ്റ്സ് ആൻഡ് ഫീമെയിൽ അഗെയിൻ പ്രൊഡ്യൂസ് എഗ്. So the fertilization occurs. So these in your book the examples given are earthworm, leech and tapeworm, which are known as hermaphrodites. Now, which type of cell division occur during gamete formation? So usually last year in meiosis we have seen meiosis occurs during gamete formation where the chromosome number become half. 46 ആണ് ഹ്യൂമൻ ബീയിങ്ങിലെ ക്രോമസോം നമ്പർ. ഗാമിറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ ഗാമിറ്റിൻ്റെ ക്രോമസോം നമ്പർ 23 ആവും. ഈ ഡിവിഷനെ നമ്മൾ പറയുന്നതാണ് മിയോസിസ്. ബട്ട് whether all the organisms the cell division is meiosis before gamete formation? അങ്ങനെയല്ല അല്ലേ? എല്ലാ ഓർഗാനിസത്തിലും മിയോസിസ് അല്ല നടക്കുന്നത്. ഡിപ്ലോയിഡ് ഓർഗാനിസം, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2n ക്രോമസോം, നമ്മൾ ഡിപ്ലോയിഡ് ആണ് അല്ലേ? നമുക്ക് 23 ജോഡി എന്നാണ് പറയുന്നത്. അങ്ങനെ ജോഡി ആയിട്ട് ക്രോമസോം നമ്പർ ഉള്ള ആനിമൽസ് എല്ലാം മിയോസിസ് ആണ് ഗാമിറ്റ് ഫോർമേഷൻ്റെ സമയത്ത് നടക്കുന്നത്. എന്നാൽ ഹാപ്ലോയിഡ് ഓർഗാനിസം, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജോഡി ഇല്ലാത്തത്. എൻ ക്രോമസോം 23 എന്ന് പറഞ്ഞാൽ 23 നമ്പർ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അത് ഏതൊക്കെ ഓർഗാനിസം എന്നറിയോ? ലോവർ ഓർഗാനിസം സച്ച് എസ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ഫംഗസ്. ദീസ് ഓർഗാനിസംസ് ആർ ഹാപ്ലോയിഡ്. സോ ഇൻ ദോസ് ഓർഗാനിസം മൈറ്റോസിസ് ഒക്കെ. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഒക്കെ ഡ്യൂറിങ് ഗാമിറ്റ് ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം മിയോസിസ്, ഇൻ ഹാപ്ലോയിഡ് ഓർഗാനിസംസ് മൈറ്റോസിസ്. നൗ ദിസ് ടേം ഇസ് ഇമ്പോർട്ടൻറ്റ്, മിയോസൈറ്റ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മിയോസൈറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ഗാമിറ്റ്സ്. ഗാമിറ്റ്സ് ഇപ്പോൾ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ പാൻത്രീഡിയം, ആർക്കിഗോണിയം, ഇതിലേത് ഭാഗം നമ്മൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതിൽ ചില സെല്ല് മാത്രമേ ഗാമിറ്റ്സിന് ഉണ്ടാക്കുന്നുള്ളൂ, എല്ലാം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ നമ്മൾ പറയുന്നതാണ് മിയോസൈറ്റ്സ്.
Myocytes are the specialized cells which produce gametes. Now, നമുക്ക് ക്രോമസോം നമ്പറിനെ കുറിച്ച് ജസ്റ്റ് ഒരു പിക്ചർ നോക്കാം. മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ you know that it is 46. And what about the chromosome number of fruit fly? പഴ ഈച്ച, നമ്മൾ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചേനെയാണ് ഉദ്ദേശിക്കുന്നത്. The chromosome number is 8. And do you know which organism has having largest number of chromosome? അതിൻ്റെ പിക്ചറാണ് നിങ്ങൾക്ക് കാണുന്നത്. This plant is known as Ophioglossum and the chromosome number is 1260. എൻട്രൻസിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ളത് ഏതാണ്? ഇതൊരു ടെറിഡോഫൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ആൻജിയോസ്പേമും ജിംനോസ്പേമും ഒന്നുമല്ല, ടെറിഡോഫൈറ്റ് പ്ലാന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സാധാരണയൊക്കെ വിചാരിക്കുക ക്രോമസോം നമ്പർ ഏറ്റവും കൂടിയത് ഏറ്റവും ഇവോൾവ് ഡെവലപ്ഡ് ആയിട്ടുള്ള അനിമൽ ആയിരിക്കാം എന്നല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ സത്യം. ക്രോമസോം നമ്പർ കൂടുന്നതും അതിൻ്റെ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഒരു ടെറിഡോഫൈറ്റാണ്, സാധാരണ ഒരു ലോവർ ഓർഗാനിസം ടെറിഡോഫൈറ്റാണ് 1260 ക്രോമസോം നമ്പറായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന ബട്ടർഫ്ലൈയോ 380 ക്രോമസോം. മനുഷ്യനെ നോക്കൂ, ഓൺലി 46 അല്ലേ? അപ്പോൾ ക്രോമസോം നമ്പർ 380 ഉണ്ട് ബട്ടർഫ്ലൈക്ക്. ആൻഡ് ഫ്രൂട്ട് ഫ്ലൈ 8 ആണ്. ഏറ്റവും കുറവ് ക്രോമസോം നമ്പറിൽ വരുന്ന ഒരു ഇൻസെക്റ്റാണ് ഫ്രൂട്ട് ഫ്ലൈ. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറ്റിക് സ്റ്റഡീസ് നമ്മൾ എടുക്കുമ്പോൾ സയൻറ്റിസ്റ്റുകളല്ല, ജനറ്റിക് സ്റ്റഡീസിൽ ക്രോമസോം സ്റ്റഡിയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട് ഫ്ലൈ ആണ്. കാരണം ക്രോമസോമിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, വളരെ കുറച്ച്. Now we are going to see about gamete transfer. So in the last topic we have seen gametes are formed by meiosis or mitosis. Male and female gametes are formed. And the next one is what will happen before fertilization. Before fertilization, the male gamete should reach to the female gamete. So for this a medium is required. In the case of organisms living in water, water is the medium for the transfer of gametes. Now look in the picture, you can see male gamete and female gamete. Flagella is seen in both. In some algae, both male and female gametes are motile. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും മൊട്ടയിലാണ്. ഇത് രണ്ടും വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഗാമിറ്റ്സ് എങ്ങനെ ട്രാൻസ്ഫർ ആകും എന്നുള്ള കാര്യമാണ് കാണുന്നത്. സോ യൂഷ്വലി ദ ഫീമെയിൽ ഗാമിറ്റ് ഇസ് സ്റ്റേഷനറി. ഇതിലുള്ള പോലെ ഫ്ലജല്ല കാണണമെന്നില്ല, അത് സ്റ്റേഷനറി ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കും. ദ മെയിൽ ഗാമിറ്റ് ഷുഡ് റീച്ച് ടു ദ ഫീമെയിൽ ഗാമിറ്റ് ആൻഡ് ഫ്യൂസ് വിത്ത് ഇറ്റ്. In the case of plants, as we know, pollen grains are formed. അല്ലേ, ഫ്ലവറിൽ pollen grains ഉണ്ടാവും. These pollen grains will reach to the female gamete through air, water or through insects. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ ഇത് ഫീമെയിൽ ഗാമെറ്റിൻ്റെ അടുത്ത് എത്തുകയാണ് ചെയ്യുന്നത്. This is known as gamete transfer. And when we count the number of male and female gametes, we can see that the male gametes are usually formed in thousands and female gametes will be very few. Why the male gametes? More number of male gametes are formed in an organism. പ്ലാന്റിലായാലും അനിമലിലായാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം മെയിൽ ഗാമീറ്റ്സിൻ്റെ നമ്പർ എപ്പോഴും 1000 times, sometimes lakhs കൂടുതലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം വരുന്നത്? ബിക്കോസ് യൂഷ്വലി മെയിൽ ഗാമീറ്റ്സ് motile and they will move through the medium to reach to the female gamete, which is normally non-motile. During this process, many male gametes will lose. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ എയറിൽ കൂടെ പൊള്ളൻ ഗ്രെയിൻസ് പാസ് ചെയ്യുന്നു.
പൊള്ളൻ ഗ്രെയിൻസ് കറക്റ്റ് സ്റ്റിഗ്മയിൽ എയർ കൊണ്ട് ചെന്ന് എത്തിക്കണത് കുറേ മെയിൽ ഗ്യാമിറ്റ്സ് ലോസ് ആവും, കുറേ പൊള്ളൻ ഗ്രെയിൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കുറേ പൊള്ളൻ ഗ്രെയിൻസ് ഫോം ചെയ്താലേ ഇതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, ഫ്യൂഷൻ നടക്കുള്ളൂ. അതുകൊണ്ടാണ് യൂഷ്വലി ഫ്യൂഷൻ്റെ ചാൻസ് കൂട്ടാൻ വേണ്ടി, otherwise we can say that to compensate the loss, more male gametes are formed in organisms. Now, what is fertilization? Fertilization, otherwise known as syngamy, it is a process of fusion of male and female gametes. അപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയത് ഫെർട്ടിലൈസേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻറ്റ്സ് ആണ്. First we have seen pre-fertilization events, gamete formation and gamete transfer. And the second one is fertilization. The fertilization is a very simple process because it's a single step where the male gamete fuse with the female gamete and the resulting specialized cell is known as zygote. And have you heard about the term parthenocarpy last year? Parthenocarpy means fruits are formed without fertilization. We can say it is seedless fruits. But now we are going to discuss another term, parthenogenesis. The partheno, the word usually means without fertilization, and genesis means formation. So what does parthenogenesis means? Parthenogenesis means the female gamete develops into new organisms without fertilization. സാധാരണ നമുക്കറിയാം പുതിയ ഒരു ഇൻഡിവിജ്വൽ ഓഫ് സ്പ്രിങ് ഉണ്ടാകുന്നത് മെയിൽ ഫീമെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി അതിൽ നിന്നാണ് എപ്പോഴും പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുക. ബട്ട് ദർ ആർ സം കേസസ് വേർ നോ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ആൻഡ് ന്യൂ ഓർഗാനിസംസ് ആർ ഫോംഡ്. അങ്ങനെ എവിടെയാണ് സംഭവിക്കണേ? ഫെർട്ടിലൈസേഷൻ കൂടാതെ ഫീമെയിൽ ബോഡിയിൽ നിന്നും പുതിയ ഒരു ഓർഗാനിസം ആസ് എ സെയിം ആസ് ദാറ്റ് ഓഫ് ദ പാരന്റ് അല്ലെങ്കിൽ മദറിൻ്റെ അതേപോലെ തന്നെയുള്ള പുതിയ ഓർഗാനിസം. ഇത് കാണുന്നത് റോട്ടിഫേഴ്സ്. റോട്ടിഫേഴ്സ് എന്ന് പറഞ്ഞൊരു ലോവർ ഓർഗാനിസമാണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഹണി ബി, ലിസാർഡ്സ്, ടർക്കി. ഇൻ ദീസ് ആനിമൽസ് we can find parthenogenesis where no fertilization but no individual or organisms are formed. And you can see the pictures of animals. ടർക്കി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പാർത്തനോജെനിസിസ് വഴി, അതായത് ഫെർട്ടിലൈസേഷൻ കൂടാതെ ഫ്യൂഷൻ കൂടാതെ പുതിയ ഓർഗാനിസംസ് ഉണ്ടാവും. ലിസാർഡ്സ് ഉണ്ട്, മുകളിൽ കാണുന്ന ഹണിബി ആണ്, ആൻഡ് താഴെ നമുക്ക് കാണുന്ന പിക്ചർ റോട്ടിഫേഴ്സ് ആണ്. അപ്പോൾ ഇത് പാർത്തനോജെനസിസിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെ ഓർഗാനിസത്തിലാണ് പാർത്തനോജെനസിസ് ഉണ്ടാക്കുന്നത്? ടർക്കി, ഹണിബി, ലിസാർഡ് ആൻഡ് റോട്ടിഫേഴ്സ്.